ഹലോ, അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിങ്, ദുബായിലെ എയർപോർട്ടിലെ പാർക്കിങ്ങാണിത്. അപ്പോൾ എയർപോർട്ടിലെ പാർക്കിങ്ങിൽ നിന്ന് ഇനി പുറത്തേക്ക് കിടക്കണം. ഈ കാണുന്ന കാറുകളൊക്കെ ഈ എയർപോർട്ടിലെ ആൾക്കാരുടെ കാറുകളാണ്, എയർപോർട്ടിലെ ജോലിക്കാരുടെ കാറുകളാണ് ഈ കിടക്കുന്നതല്ല. ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള പാർക്കിങ്ങാണ്. അപ്പോൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലത്ത് തന്നെ റോട്ടിൽ ട്രാഫിക്കൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് വേഗം പോകാൻ പറ്റും. കാരണം മോർണിംഗ് ടൈമിൽ ഷാർജയിൽ നിന്ന് ദുബായിലേക്കാണ് ട്രാഫിക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ദുബായിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ദുബായിൽ നമ്മൾ ഷാർജയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാലത്ത് ട്രാഫിക്കൊന്നും കിട്ടില്ല, സുഖമായിട്ട് പോകാൻ പറ്റും. പക്ഷെ ഒരു 3-4 സിഗ്നലുണ്ട്, ആ സിഗ്നലിന് കഴിയണം. ഇതാണ് ഫസ്റ്റത്തെ സിഗ്നൽ. ഇതാണ് ദുബായ് എയർപോർട്ടിലെ ടെർമിനൽ 2ൻ്റെ അവിടുത്തെ സിഗ്നൽ. ഇതാണ് രണ്ടാമത്തെ സിഗ്നൽ. ഇത് ദുബായ് ഫ്രീ സോൺ സിഗ്നൽ. ആ മുന്നത്തെ സിഗ്നൽ കഴിഞ്ഞ 1 കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്ത സിഗ്നലിൽ എത്തും. അതാണ് ഈ സിഗ്നൽ, ദുബായ് ഫ്രീ സോൺ സിഗ്നൽ. ഈ സിഗ്നലിൻ്റെ അവിടെ നമുക്ക് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. ആ മേലെ കാണുന്ന പാലാണ് ദുബായ് മെട്രോ. ആ പാലം ദുബായ് മെട്രോയിലെ പാലാണ്. ഓക്കെ, ഇനി റോട്ടിൽ കൂടെ നമുക്കൊരു ഏകദേശം 3 കിലോമീറ്റർ പോകണം. അത് കഴിയുമ്പോൾ ലെഫ്റ്റ് എടുക്കണം. ഈ കാണുന്നതാണ് ദുബായ് മെട്രോയുടെ ഒരു ഗ്രീൻ ലൈനിലെ ലാസ്റ്റ് സ്റ്റോപ്പ്, എത്തിസലാത്ത്. എത്തിസലാത്താണ് ഈ സ്റ്റോപ്പിൻ്റെ പേര്. ഈ അടുത്ത ഭാഗത്താണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ ഷാർജ, റൈറ്റ് പോയാൽ അബുദാബി. നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇനി നമ്മൾ ചെല്ലാൻ പോണ റോഡാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്. ഈ റോഡിലെ സ്പീഡ് 110 ആണ്.
അപ്പോൾ നമുക്കൊരു 129 വരെ നമുക്ക് ഈ റോട്ടിൽ കൂടെ ഓടിക്കാം. ഈ റോഡ് നേരെ പോകുന്നത് ഷാർജ, അജ്മാൻ, റാസ് ഖൈമ, മുൽക്കോയിൻ, ഇതൊക്കെ ഈ റോട്ടിൽ കൂടെ പോകാൻ പറ്റും. ഷാർജയിലെത്തി. ഇവിടെ തൊട്ട് ഷാർജ എത്തിയാൽ 120 സ്പീഡ്. അപ്പോൾ നമുക്ക് 139 വരെ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റും. ഈ കാണുന്ന സ്ഥലമാണ് നാഷണൽ പെയിൻറ്റ്. ഷാർജയിലെ ഒരു മെയിൻ ഏരിയ സ്ഥലമാണ് നാഷണൽ പെയിൻറ്റ്. നാഷണൽ പെയിൻറ്റ് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകണം. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്, മൊബൈലിൽ, ഷാർജ മൊബൈൽ. ഒരുപാട് മലയാളികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഷാർജയിൽ മൊബൈൽ.